എന്തോ പറ്റി ഇപ്പം? അയാളുടെ തീരുമാനം, അയാളുടെ സ്വന്തം എടുത്ത തീരുമാനം വന്നേ. ഞാൻ ഇന്നും ചെല്ലണ്ടത്. നല്ല തീരുമാനം. അങ്ങനെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് വന്നിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചർച്ച കാര്യങ്ങൾ പറ. ഉടനെ എന്റെ വിഷയം കൂടെ അതിനകത്തോട്ട് മെനഞ്ഞാന്നേ മേഴ്സി ചേച്ചിയുടെ മോടെ കല്യാണത്തിന് വന്നില്ലായിരുന്നല്ലോ. അത് അമ്പിളി ആമ്പിട്ട് അമ്പിളി അമ്മ ആശുപത്രി കിടക്കും. ചേച്ചിയും വന്നില്ല കല്യാണം. ഞാൻ വന്നില്ല, എന്നെ വിളിച്ചു. എനിക്ക് അതിന് സമയമില്ലായിരുന്നു. ഒന്നാമത്തെ അണ്ണൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കല്യാണത്തിന് പോയിട്ട് കല്യാണത്തിന് ഞാൻ പോയി. നല്ല ചെറുക്കനായിരുന്നു, മോനായി. ഇവനെന്തുവായിരുന്നു ജോലി? ഇവനാ കടലെങ്ങാണ്ടാ ജോലി. 3 മാസം കടലി, 1 മാസം കരയിൽ കയറി വരും. മുട്ടയിടാൻ അല്ല, അവൻ അന്നാ ലീവ് കിട്ടുന്നത്. എന്താ പറയാനാ നമ്മുടെ കാര്യം? ഈ പ്രാവശ്യത്തെ ലോണിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ലോൺ എടുക്കുവാണെങ്കിൽ നമുക്ക് മെഴുകുതിരി കമ്പനി തുടങ്ങാം. എന്താ? നല്ലൊരു പരിപാടി. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് വയ്യ നിന്നുരുകാൻ. മെഴുകല്ലേ ഉരുകുന്നേ? മെഴുകുതിരി ഉരുകുന്ന ലാസ്റ്റ് ഉരുകുന്നു. ഇവളമാരൊന്നും പൈസ കൊടുക്കത്തില്ല. എന്നെ കുറിച്ചാന്ന് പറയുന്നേ? എടി നിന്നെ കുറിച്ചാണ്. ഈ വെള്ളം പട്ടിയുടെ പുറകെ ചാടി പിന്നെ ഇത് മടങ്ങത്തില്ല. അത് പറ. ഞാനങ്ങ് ആദ്യം ഇളകി പോയില്ലേ? ജയന്തി അല്ല, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആ അച്ഛന്റെ പറമ്പിലെ പാട്ടത്തിനടുത്ത് കപ്പ ഇട്ടില്ലായിരുന്നു? അതെന്താ പറ്റി? അത് മൊത്തം എലിയുടെ ശല്യം. 1000 മൂടും പോയിക്കൊണ്ടിരിക്കുക. അത് കൃഷിഭവനിൽ പോയെന്ന് പറഞ്ഞാ പോരായിരുന്നോ? കൃഷിഭവനിൽ ചെന്ന് ഞാനാ ചെന്ന് പറഞ്ഞത്. അന്നേരം ഓഫീസറോട് പറഞ്ഞപ്പോ പുള്ളി അന്നേരം അതിനൊരു തീരുമാനം പറഞ്ഞു. എന്തോ ഇപ്പൊ വിഷയം? അടുത്ത മേടത്തിലെ വിഷു വരെ നോക്കിയിരിക്കണം. വിഷുവിന് എന്തുവാ കപ്പയ്ക്കകത്ത്? അതായത് എലി വരുന്ന വഴിക്ക് കണി വെച്ച് കാത്തിരിക്കണമെന്നാ പറഞ്ഞിട്ട്. എന്റെ പൊന്നെ പെണ്ണുങ്ങളെ, കണിയല്ല, വരുന്ന വഴിക്ക് കെണി ഒരുക്കണമെന്നാ പറഞ്ഞേ. എന്റെ ദൈവമേ, 2500 രൂപ പോയി. 2500 രൂപ ഞങ്ങളുടെ പോയി. 2500 രൂപ അങ്ങനെ പോയി. ഞങ്ങൾ കണിക്കൊന്ന ലേലത്തിന് പിടിച്ച് വെച്ചിരിക്കുവായിരുന്നു. നോക്കുമ്പോ പൂ മൊത്തം അടുത്ത വർഷം പറിക്കാൻ 1000 നിലവിളക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. 1000 നിലവിളക്ക്? 1000 മുട്ടിലും വെക്കണ്ടേ? ഒരു ലോഡ് ചക്ക ഇറക്കി, വെള്ളരിക്ക ഇറക്കി. ഇവിടെ തേങ്ങ ഇല്ലാത്ത ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടി തേങ്ങ 1000 എണ്ണം ഇറക്കി. ലോഡ് കണക്കിൽ. എവിടെ പൊള്ളിക്കുന്നത് എനിക്കറിയാൻ വയ്യ. എന്ത് ഇത് കേട്ടിട്ട് എനിക്ക് അതിശയം വരുന്നു. ഒരു കേക്കിന്റെ കാര്യമല്ല ഉള്ളത്. എനിക്ക് വെക്കുന്ന കേക്കില്ലായിരുന്നോ? കേക്ക് ഞാൻ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം നോക്കണേ എലി എല്ലാം കൂടെ മറ്റവരുടെ ബന്ധത്തിലുള്ള എലിയും കൂടെ വിളിച്ചോണ്ട് വന്ന് കൈ നീട്ടി നിൽക്കുക കേക്കിന്. കേക്കിട്ടൊരു കുഞ്ഞൊരു ചുണ്ടലിയില്ലേ, എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അതെന്തുവാ? കേക്കിന്റെ കൂടെ ചായ ഇല്ലയോ? പിന്നെ വന്ന് കേറിയെന്ന് പറഞ്ഞാൽ മതി. വാറ്റുകാരെ നടത്തുന്ന മഹേഷിന്റെ വീട്ടിൽ ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അത് നിങ്ങൾ അറിഞ്ഞോ? ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ അത് എന്ത് വന്നറിയാവോ? പോലീസുകാർ എന്ന് അങ്ങോട്ട് ഇറങ്ങി എസ്ഐയും പാർട്ടിയും ചെന്നിറങ്ങി ഉടനെ രമേശ് വിളിച്ചിറക്കി. ഇറക്കിട്ട് ചോദിച്ചു, നിങ്ങൾ ബ്രാൻഡി വിൽക്കില്ലയോ എന്നൊക്കെ ചോദിച്ചു. ഉടനെ അവൻ പറയുക, സാറേ അതൊരു 2-3 പ്രാവശ്യം ഒന്ന് എടുത്ത് പറയാമോ എന്ന്. സാറ് ചോദിച്ചാൽ എന്തിനാ? ഇവിടെ ഉള്ളവന്മാർ എല്ലാം പറയും അത് വെള്ളമാ, വെള്ളം അതിനകത്തൊന്നും ഒന്നുമില്ല. എസ് ഐ പറയാം, ഞാൻ നിന്റെ പരസ്യം പറയാൻ വന്നാണോ? ചെയ്യില്ല. പിന്നെ വാർഷികത്തിന് ഞാനാണ് എല്ലാരെയും വിളിക്കാൻ ഞാൻ തീരുമാനപ്പെടുത്തിയത്. ഏതൊക്കെ വ്യക്തികളെ വിളിക്കാൻ വന്നേ? ഏതൊക്കെ വ്യക്തികളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെ ഫോൺ അടിക്കുന്നു. MLA എടി MLA എം ആണെങ്കിൽ അതും മനുവാ. മനുവാ രാത്രി മിസ് കോൾ ഇടുന്നത്. ആ പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു തന്നെ ജാമ്യത്തിൽ ഇറക്കണം, എനിക്ക് പോകണം. ഇപ്പോഴോ? ഞാൻ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ? ഇല്ല. നമ്മളിവിടെ നേരത്തെ താമസിച്ചൊരു മുരളിയില്ലയോ, ആ മുരളിയുടെ ചെറുക്കന് എന്തോ ഇത്. അവൻ ഇവിടുന്ന് 20 കിലോമീറ്റർ മാറി ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ അപ്പുറത്തെ കുറ്റിക്കാരൻ ഇവൻ അങ്ങ് തീയിട്ടു. ഇവിടെ എന്തിനാണ് അവിടെ പോയിട്ടേക്കുന്നത്? ആ ഫയർ ഫോഴ്സ് അവരുടെ സൗകര്യം കൂടെ നോക്കണ്ടേ? അവനെ ഇറക്കാൻ പോവാ. അവനെ ഇറക്കരുത്, അവനെ അവിടെ കാണാൻ വേറെ പണിയുണ്ട്. ഈ തലവേദന തലവെക്കാനൊക്കെ ഉണ്ട്. എടി എന്റെ കൂടെ ഇരിക്കുന്ന അമ്പിളി ഇല്ലല്ലോ, അതിനേക്കാൾ വലിയ തലവേദനയല്ലല്ലോ ഇത്. അത് കൊള്ളാം, അന്നേ എടുത്ത് വെക്കണം. ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടുന്നല്ലയോ? എന്തുവായാലും വാർഷികത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വാർഷികത്തിന് ഞങ്ങളെല്ലാം ഓരോരോ കലാപരിപാടികൾ ചെയ്താൻ തീരുമാനിച്ചു. അതെന്താ നിങ്ങൾ നടത്താൻ? പാട്ടുണ്ട്, ഡാൻസും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത്. പാട്ടൊക്കെ ഏത് പാട്ടാ? മേടപ്പൊന്നണിയും ആ പാട്ടില്ലേ, അതിന്റെ ആദ്യം തുടങ്ങുന്ന കുറച്ച് സ്വരങ്ങളല്ലയോ അണ്ണാ? ആദ്യം കുറെ സ്വരം. ഗമ 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 പനി 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 പതനി സപമഗരി തത്രതും. ആ തത്രതും അണ്ണം വേണം വെക്കേണ്ടത്. ഞാനോ? ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഈ പരിപാടിക്ക് നോക്കാം. അണ്ണം കണ്ട വാക്ക് മാറുന്നുണ്ടോ? അണ്ണം വെച്ചേ പറ്റുള്ളൂ. അമ്മയുടെ വരം വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ തത്രതുണ്ട് എത്ര എണ്ണം വെക്കണം? അണ്ണൻ എത്ര തവണ വെക്കാൻ പറ്റും തത്രതും? എനിക്ക് ഞാൻ മാക്സിമം 2 എണ്ണം വെക്കാം. മതി. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്പളി വന്ന് നിവർത്തിക്കോളും കേട്ടോ. ഇത് ഞങ്ങൾ ഈ സ്വരങ്ങൾ പകത്ത് കൊടുത്തിരിക്കുക. ഞങ്ങളെല്ലാം കൂടെ ഈ സ്വരം പകത്തോ? എന്നിട്ട് ഇപ്പം പകത്ത് വന്നപ്പം എനിക്ക് ആ ഗമ കൂടുതൽ. എന്നോട് അമ്പളി പറഞ്ഞായിരുന്നു, അത് വിളിച്ചു പറയാം, ഇച്ചിരി ഗമ കൂടുതലാണ്. ആ ഗമയല്ലേ, സ്വരങ്ങളുടെ ഗമയല്ലയോ? അത് എനിക്കാ ഇപ്പം കൂടുതൽ. അയ്യോ, ഇവക്ക് പനിയാ. ഒരു ഡോളർ എടുത്തു കൊടു. ചുമ്മാ പനിയാന്ന് പറയുന്നത് മാറ്റി പരിപാടി. സ്വരത്തിനകത്ത് പനിയില്ലയോ? ഗമ പനി. അത് കൂടുതലാണ്. ഞാൻ പാടാമേ. ഗമ 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 പനി 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 പതനി സപമഗരി സാ.